ജേസനച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുന്തിരിമുളക് കണ്ടില്ല, നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നത് 3 ഗ്രോ ബാഗിനകത്തായിരുന്നു കേട്ടോ. 3 തൈയായിരുന്നു. അത് 3 തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിളവ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏതൊരു ചില്ല എടുത്ത് നോക്കിയാലും അതിലെല്ലാം തന്നെ ഇതുപോലെ നിറയെ മുളകുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ മുന്തിരിമുളക് കണ്ടോ, കൊഴുത്ത് നിൽക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് എല്ലാം തന്നെ നല്ല അടിപൊളി വിളവായിട്ടാണ് തന്നിട്ടുള്ളത്. അത് ഏത് ഭാഗത്ത് നോക്കിയാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രോത്തോട് കൂടി ഒരു കംപ്ലൈൻറ്റും ഇല്ല കണ്ടോ. നമ്മുടെ ഇലകൾക്ക് മുരടിപ്പോ അതുപോലെ തന്നെ വെള്ളീച്ചയുടെ ആക്രമണമോ ഒന്നും തന്നെ ഇല്ല കണ്ടോ. നമ്മൾ ഈ ഒരു പ്ലാന്റ് മുഴുവനായിട്ട് നമ്മൾ വിളവെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത് വീണ്ടും നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തന്നെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല ചെറിയ ചെറിയ കതിരും അതുപോലെ തന്നെ നല്ല നിറയെ പൂക്കളുണ്ട് കേട്ടോ. അല്ല ഇതിലൊക്കെ നോക്കിയൊക്കെ എത്രയാണെന്നാണ് പൂത്ത് നിൽക്കുന്നത്, 1 2, അതുപോലെ തന്നെ കതിരിട്ടിട്ട് കണ്ടാൽ നിൽക്കുന്നത് ചെറിയ ചെറിയ ഇതിലായിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രോത്തോട് കൂടിയാട്ടോ നമുക്ക് ഈ ഒരു മുന്തിരിമുളകൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു ഇത് നോക്കിയാൽ ഈ തരത്തിൽ എത്ര പൂക്കളുണ്ട്, അതുപോലെ തന്നെ കുറേ മുട്ടുണ്ട് കേട്ടോ മുന്തിരിമുളകിൻ്റെ. നമ്മൾ സെറ്റ് ചെയ്ത പോട്ട് മിക്സ് ഒക്കെ അത്യാവശ്യം നല്ല അടിപൊളി കേട്ടോ. അപ്പോൾ അധികം ഇളക്കുമ്പോഴേക്കും കണ്ടോ നല്ല ഇളക്കമുള്ള പോട്ട് മിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളിത് മുളച്ചത് മുതൽ അത്യാവശ്യം ഒരു സ്റ്റേജ് എത്തുന്നത് വരെ, ഒരു പാകമാകുന്നത് വരെ ആ ഒരു മുളച്ച പോട്ടിങ്സ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ടാകുന്നത്. അതിനുശേഷം ഇത് പൂവിടാനായിട്ട് തുടങ്ങിയ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് പച്ചിലയും അതുപോലെ തന്നെ കുറച്ച് കോഴിവളം പിന്നെ എല്ലുപൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടാകും കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഇനിയും കണ്ടു ഈ ഗ്രോ ബാഗിനകത്ത് വളപ്രയോഗം ചെയ്ത് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. നമ്മൾ ആ ഒരു രീതിയിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിൽ ഈ തൈ വെച്ചിട്ടുണ്ടാകുന്നത്. അതായത് നടുന്ന സമയത്ത് ഒരു പകുതി മാത്രമാണ് നമ്മൾ പോട്ട് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ടാകുന്നത്. പിന്നെ രണ്ടാം ഘട്ടം വളപ്രയോഗം ചെയ്തപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തി. പിന്നെ അതിൽ പച്ച ഇലയൊക്കെ കൂടുതൽ ചേർത്തുകൊണ്ട് ആ ഒരു ഭാഗമൊക്കെ ദ്രവിച്ച് ഇപ്പോൾ അതിനോട് ചേർന്നിട്ടുണ്ടാകും. അപ്പോൾ ഒന്നും കൂടി ഈ മണ്ണ് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഇനിയും നമുക്ക് വളപ്രയോഗം ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ കണ്ട ഇവിടെ ഒരു ചെറിയ തൈ ആകെ ഇത്രയേ ഉള്ളൂ കേട്ടോ വലുപ്പം. ഗ്രോ ബാഗിനകത്തുനിന്ന് ഇത്രയേ ഉള്ളൂ വലുപ്പം. പക്ഷെ അതിനകത്തൊക്കെ കണ്ടോ ഇഷ്ടം പോലെ നമുക്ക് അതിൽ നിന്ന് മുന്തിരിമുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വളപ്രയോഗം ചെയ്ത് കൊടുത്ത രീതിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മുരടിപ്പും വരാതിരിക്കാനും വെള്ളിച്ച് വരാതിരിക്കാനൊക്കെ ചെയ്ത് കൊടുത്ത സ്പ്രേയിങ് ലിക്വിഡൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുന്തിരിമുളകിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ആ വീഡിയോ പോയിട്ട് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മുളകൊക്കെ ഇഷ്ടപ്പെടുന്ന പലരും നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ.